നാടെങ്ങും പൂരങ്ങളുടെയും ആന എഴുന്നള്ളിപ്പുകളുടെയും ഒക്കെ ആവേശത്തിലാണ്. എന്നാൽ അതിനിടയിൽ കൊല്ലം അഞ്ചലുകാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഖമുണ്ട്. രജനി എന്ന ഒരു അധ്യാപികയുടെ മുഖം. തന്റെ ഭർത്താവിനെ തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്ത് നിലത്തടിക്കാൻ നിന്ന ആനയെ ഈ വീട്ടമ്മ ചെയ്തത് കേട്ടാൽ ആരുമൊന്ന് ഞെട്ടിപ്പോകും. സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ സംഭവം ഇങ്ങനെ. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. നാട്ടിലെ ഒരു ഉത്സവം കഴിഞ്ഞ ശേഷം ദേവസ്വം ബോർഡിന്റെ ആനയെ തളച്ചിരുന്നത് സമീപത്ത് തന്നെയുള്ള സുരേഷ് ബാബുവിന്റെ പറമ്പിലായിരുന്നു. ഉത്സവം കഴിഞ്ഞുള്ള വിശ്രമത്തിലായിരുന്നു ആന. ആനയെ സമീപത്ത് തന്നെയുള്ള ഒരു മരത്തിൽ ചങ്ങലക്കിട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് വീടിന്റെ ഉടമസ്ഥനായ സുരേഷ് ബാബു അവിടേക്കെത്തുന്നത്. ആന ദാഹിച്ചു നിൽക്കുകയാണെന്ന് കരുതി സുരേഷ് ബാബു ഒരു പാത്രം വെള്ളവുമായി ആനക്കരികിലേക്ക് എത്തിയതായിരുന്നു. എന്നാൽ ആ സമയം അവിടെ പാപ്പാന്മാരുണ്ടായിരുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷമായിരുന്നു അത് സംഭവിച്ചത്. പാത്രം താഴെ വയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രകോപിതനായ ആന സുരേഷിനെ തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്ത് ഉയർത്തുകയായിരുന്നു. ആ സമയത്താണെങ്കിൽ സമീപത്ത് മറ്റാരും തന്നെ ഉണ്ടായിരുന്നതുമില്ല. അടുക്കള ജോലിയിലായിരുന്ന ഭാര്യ രജനി സുരേഷിന്റെ നിലവിളി കേട്ടാണ് പുറത്തേക്ക് ഓടിയെത്തുന്നത്. അപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. ആനയുടെ തുമ്പിക്കൈയിൽ കുരുങ്ങി ജീവനായി പിടയുന്ന ഭർത്താവ്. ഏത് നിമിഷവും നിലത്തടിച്ചോ ചവിട്ടിയോ ആന ആ ജീവൻ കവർന്നേക്കാം. ഇത് കണ്ടതോടെ മറ്റൊന്നും തന്നെ ചിന്തിക്കാൻ രജനിക്ക് സമയമുണ്ടായിരുന്നില്ല. നിലവിളിച്ച് തളർന്നിരിക്കാൻ നിൽക്കാതെ കയ്യിൽ കിട്ടിയ ഒരു വടിയുമായി അലറി വിളിച്ചുകൊണ്ട് ആ ധീരയായ യുവതി ആനയ്ക്കരികിലേക്ക് പാഞ്ഞടുക്കുകയായിരുന്നു. തന്റെ കൺമുന്നിൽ ഭർത്താവിന്റെ ജീവൻ പോകുന്നത് നോക്കി നിൽക്കാൻ ആ ഭാര്യയ്ക്ക് കഴിയുമായിരുന്നില്ല. മരണം മുന്നിൽ കണ്ടിട്ടും ആനയെ തലങ്ങും വിലങ്ങും തല്ലാൻ കാണിച്ച ആ ധൈര്യത്തിനു മുന്നിൽ ആന പോലും പകച്ചുപോയി എന്ന് പറയാം. രജനിയുടെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ തുമ്പിക്കൈയിൽ നിന്നും പിടിവിട്ട് സുരേഷ് വീണത് ആനയുടെ കാലിനടിയിലേക്കായിരുന്നു. മരത്തിൽ ചങ്ങലയിട്ടതിനാൽ ആനയ്ക്ക് കൂടുതൽ നീങ്ങാൻ കഴിയില്ലെന്നത് ഭാഗ്യമായി. പക്ഷേ താഴെ വീണ സുരേഷിനെ ആന ചവിട്ടുന്നതിന് മുൻപ് മിന്നൽ വേഗത്തിൽ തന്നെ രജനി അദ്ദേഹത്തെ വലിച്ചിഴച്ച് ദൂരേക്ക് മാറ്റുകയും ചെയ്തു. മരണത്തിന്റെ താക്കോൽ പഴുതിൽ നിന്നുള്ള ആ രക്ഷപ്പെടൽ ഒരു അത്ഭുതമായിരുന്നു. ആക്രമണത്തിൽ സുരേഷിന് കാലിന് പരിക്കേൽക്കുകയും മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തു. എങ്കിലും തന്റെ ഭർത്താവിന് ജീവനോടെ തിരികെ കിട്ടിയല്ലോ എന്ന ആശ്വാസമായിരുന്നു അധ്യാപിക കൂടിയായ രജനിക്കുണ്ടായിരുന്നത്. എന്തായാലും സ്വന്തം ഭർത്താവിന് ഒരു അപകടം പറ്റിയപ്പോൾ സധൈര്യം ജീവൻ രക്ഷിക്കാൻ മുന്നോട്ട് വന്ന രജനി ഒരു സംഭവം തന്നെയാണ്. കാലം എത്ര കഴിഞ്ഞാലും പൂരക്കാലം വരുമ്പോൾ ആനക്കഥകൾക്കൊപ്പം രജനിയുടെ ഈ അസാമാന്യ ധൈര്യവും മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഭർത്താവിന്റെ ജീവന് വേണ്ടി പോരാടിയ ഈ ഇരട്ടച്ചങ്കുള്ള ഭാര്യയ്ക്ക് കൊടുക്കാം വലിയൊരു സല്യൂട്ട്.